പൊതുമേഖലാ ബാങ്കുകളിലേക്കുള്ള ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. Ibps clerk. Let's check out the details. Welcome to Educated. ഞാൻ കലാദീപക്. ജൂലൈ 21 ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോഴും പറയാറുള്ളതുപോലെ ജൂലൈ 21 ലാസ്റ്റ് ഡേറ്റ് എങ്കിലും കുറഞ്ഞത് 17 അല്ലെങ്കിൽ 18 നമ്മൾ അപ്ലൈ ചെയ്ത് തീർക്കണം. കാര്യം ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഇന്ത്യയിലെ എല്ലാ കുട്ടികളും IBPSന്റെ ഇതേ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. www.ibps.in. അപ്പോൾ സ്വാഭാവികമായും സൈറ്റ് ബിസി ആവും. ലാസ്റ്റ് ഡേയ്സ് അടുക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ആപ്ലിക്കേഷനിൽ ഒരു തെറ്റും കാണത്തില്ല, പക്ഷേ അവസാനം എററും കാര്യങ്ങളും ഒക്കെ വരും. അതുകൊണ്ട് ഈ ഡേറ്റ് ഓർത്തോണം. 21 എന്ന് ഓർത്ത് വെക്കണ്ട. 17 18 മനസ്സിൽ രജിസ്റ്റർ ചെയ്താൽ മതി. എന്നിട്ട് ആ ഡേറ്റിന് മുൻപ് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് തീർത്തിരിക്കണം. ആർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക? എനി ഡിഗ്രി ആർക്ക് വേണമെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൈ കിട്ടണമെന്നില്ല. ഡിഗ്രിയുടെ റിസൾട്ട് ഒക്കെ വന്ന് നമ്മൾ പാസ്സായി എന്നറിഞ്ഞാൽ മതി. ഓക്കെ, പെർസെന്റേജ് ഒന്നും പ്രശ്നമല്ല, ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ഇനി ഏജ് മിനിമം 20 ഇയേഴ്സ് ഉണ്ടായിരിക്കണം. അതെന്തായാലും ഗ്രാജുവേഷൻ ഒക്കെ പൂർത്തീകരിക്കുന്നവർക്ക് 21 ഇയേഴ്സ് ഒക്കെ ആവുമല്ലോ. അപ്പൊ മിനിമം 20 ഇയേഴ്സ്, അതിൽ കുറേ മറ്റേ 20 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. മാക്സിമം 28. അത് ജനറൽ കാറ്റഗറിക്കാണ് 28 വയസ്സ്. OBC-കാർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, അതായത് 31 വയസ്സ് വരെ പറ്റും. SC/ST-കാർക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, അതായത് 33 വരെ പറ്റും. എക്സ് മിലിറ്ററിക്കാർക്ക് അറിയാലോ 50 വയസ്സ് വരെ എക്സാം എഴുതാൻ പറ്റും. അതേപോലെ തന്നെ വിഡോ, ഡിവേഴ്സ് അങ്ങനെയുള്ളവർക്കും അങ്ങനെയുള്ള ലേഡീസിനും പ്രത്യേക ഇളവുണ്ട്. കാറ്റഗറി വൈസ് ജനറൽ, OBC, SC/ST പ്രത്യേക ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി ഈ പരീക്ഷയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. മുൻപൊക്കെ എക്സാംസ് എഴുതിയിട്ടുള്ളവർക്ക് അതറിയാം. ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യാൻ പോകുന്നവരുടെ അറിവിനായിട്ടാണ്. ക്ലറിക്കൽ ലെവൽ എക്സാമിന് ഇന്റർവ്യൂ ഒന്നുമില്ല. 2 ലെവൽ ഓൺലൈൻ എക്സാം ആണ്. അതായത് ഒരു പ്രിലിംസ് ആൻഡ് മെയിൻസ്, അങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ലെവലിനെയാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. നമ്മൾ പരീക്ഷയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സാമിന് മുൻപായിട്ട് ഹോൾ ടിക്കറ്റ് വരും. അപ്പോൾ ആ ഹോൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും നമുക്ക് എവിടെ വെച്ച് എപ്പോൾ എത്ര മണിക്കാണ് പരീക്ഷ എന്ന്. ആ എക്സാം സെന്ററിൽ പോയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് അതിനാവശ്യമായ കമ്പ്യൂട്ടർ ഫെസിലിറ്റി ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും, റഫ് പേപ്പർ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. പ്രിലിംസിന് വരുന്നത് 3 സബ്ജക്ട്സ് ആണ്: റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്. മാത്സിന് തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പ്രിലിംസിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 1 അവർ ആണ്. റീസണിംഗിന് 35 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ്, മാത്സിന് 35 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ്, ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ്സ്. ഈ ഓരോ 20 മിനിറ്റ്സുമേ ഈ ഓരോ സബ്ജക്റ്റും കിട്ടത്തുള്ളൂ. ആ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോൾ ആ പെർട്ടിക്കുലർ സെക്ഷൻ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും, പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കിട്ടുന്ന 20 മിനിറ്റിൽ ആ ഓരോ സബ്ജക്റ്റും നമ്മൾ മാക്സിമം സ്കോർ ചെയ്യണം. എന്നാലേ നമുക്ക് സബ്ജക്ട്സിന്റെ കട്ട് ഓഫും അതുപോലെ തന്നെ ടോട്ടൽ കട്ട് ഓഫും കയറാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ബാങ്ക് എക്സാമിന് കട്ട് ഓഫ് ഒന്ന് നോക്കിയിട്ട് പോകരുത്. പ്രീവിയസ് എക്സാമിന് എത്രയാണ് കട്ട് ഓഫ്, അങ്ങനെ ഒന്നും നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. കാര്യം സബ്ജക്ട്സിന്റെ കട്ട് ഓഫ് കയറിയാൽ പോരല്ലോ, അതൊരു വലിയ ടാസ്ക് ആയിരിക്കത്തില്ല. നമ്മൾ ടോട്ടൽ കട്ട് ഓഫ് കയറണം. അപ്പൊ പല കുട്ടികൾക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സബ്ജക്ട്സിന്റെ കട്ട് ഓഫ് കയറും, റീസണിങ്, മാത്സും ഇംഗ്ലീഷും ഒക്കെ ക്ലിയർ ചെയ്യും, പക്ഷെ ടോട്ടൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യത്തില്ല. നോ യൂസ്. അപ്പോൾ ഓരോ സബ്ജക്റ്റും മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആ കിട്ടുന്ന ടൈമിൽ. അതിന് നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ എന്തോ വേണം, ഓരോ സബ്ജക്റ്റിനും തുല്യ പ്രാധാന്യം കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒരു ടോപ്പിക് പോലെ സ്കിപ്പ് ചെയ്യാതെ നന്നായിട്ട് തന്നെ നമ്മൾ പഠിക്കുക. അപ്പൊ നമുക്കത് പോസിബിൾ ആവും. ഇനി പ്രിലിംസിന്റെ ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് ലാസ്റ്റ്, സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക്. ആ ടൈമിലായിരിക്കും പ്രിലിംസ് വരുന്നത്. പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് മെയിൻസ്. മെയിൻസിന് റീസണിംഗ്, മാത്സ്, ഇംഗ്ലീഷ്, GAയും കൂടെ വരും. GA കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ അവയർനെസ്. അതിനകത്ത് കറണ്ട് അഫയേഴ്സ്, ബാങ്കിങ്, ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരും. ഹിന്ദു ന്യൂസ് പേപ്പർ ആണ് പ്രധാനമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ എക്സാം ഏത് മന്ത് ആണോ, അതായത് മെയിൻസ് ഏത് മന്തിലാണോ അതിലൊരു 6 months prior ആയിട്ടുള്ള GA ആണ് നമ്മൾ നോക്കേണ്ടത്. ഫൈനൽ അലോട്ട്മെന്റ്, അതായത് ഇതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് എലിജിബിൾ ആവുന്ന കുട്ടികൾക്ക് ഫൈനൽ അലോട്ട്മെന്റ് ഏപ്രിൽ മന്തോടുകൂടിയൊക്കെ കാണാനാണ് സാധ്യത. ഓക്കെ, ഇനി നോട്ടിഫിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൗ ടു അപ്ലൈ. ആ ഭാഗം വളരെ ശ്രദ്ധിച്ചു നോക്കണം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് ടൈം ഒക്കെ അപ്ലൈ ചെയ്യുന്നവർ വിചാരിക്കും എനിക്ക് ഒന്നും അറിയത്തില്ല, കമ്പ്യൂട്ടർ സെന്റർ എടുത്തോ അല്ലെങ്കിൽ അക്ഷയയിൽ എവിടെയെങ്കിലും ചെല്ലാം, അവർക്കാകുമ്പോൾ എല്ലാം അറിയാമല്ലോ, അവർ സ്ഥിരം അപ്ലൈ ചെയ്യുന്നവരാണല്ലോ, അവരുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുക്കാം, എൻ്റെ പണി തീർന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു നാഷണൽ ലെവൽ എക്സാം, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിനാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തീർച്ചയായിട്ടും ആ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനും കൊടുക്കണം. ആരെങ്കിലും ഏൽപ്പിച്ച് വിടുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടും കൊടുക്കുക, അങ്ങനല്ല. നമ്മളുടെ ഒരു റോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇൻ കേസ് മറ്റൊരിടത്ത് ചെന്ന് അവരാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോലും നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും
അവിടെ വേണം. ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ എൻറ്റർ ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു ഡീറ്റെയിൽ പോലും തെറ്റിപ്പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ പേരൊക്കെ എൻറ്റർ ചെയ്യുമ്പോൾ റെക്കോർഡിക്കലി എങ്ങനെയാണോ നമ്മുടെ പേര് വരുന്നത്, നമ്മുടെ ID പ്രൂഫ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രകാരം നമ്മുടെ പേര് എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ കൊടുക്കണം. പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ കല്യാണം കഴിയുമ്പോൾ ഹസ്ബൻഡിന്റെ പേര് ആഡ് ചെയ്യും. അത് റെക്കോർഡിക്കലി നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല, ലീഗലി മാറ്റിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്നും പരീക്ഷയ്ക്ക് വെറുതെ എൻറ്റർ ചെയ്യരുത്. നമ്മുടെ ID പ്രൂഫ്സിൽ എങ്ങനെയാണോ പേര് വരുന്നത് അതുപോലെ തന്നെ കൊടുക്കണം. അഡ്രസ്സ് പ്രശ്നമല്ല, പക്ഷെ പേര് അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിരിക്കണം. കാര്യം നമ്മൾ ഈ എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ജോബിന് എലിജിബിൾ ആവുകയാണെങ്കിൽ അവസാനം അവരൊരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ റൗണ്ട് കണ്ടെത്തി. അന്നേരം നമ്മൾ ഈ എൻറ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിന്റെ കറക്റ്റ് പ്രൂഫ്സുമായിട്ട് അവർ ക്രോസ് ചെക്ക് ചെയ്യും. അന്നേരം നമ്മൾ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യും. അതുപോലെ തന്നെ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷന്റെ ഭാഗം ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിൾ ഇംഗ്ലീഷിലാണ് അത് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതൊക്കെ ഞാൻ ഈ പറഞ്ഞില്ലേ, അവസാനം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ്. അന്നേരമാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസപരമായ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ്സിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ അറിയാതെ പോയാൽ പല കുട്ടികളെയും എക്സാമിന് അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോൾ കമ്പ്യൂട്ടർ സെന്ററുകാർ പറഞ്ഞു വിട്ടിട്ടുണ്ട് പോയി സർട്ടിഫിക്കറ്റ്സ് എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട്. കാര്യം മറ്റു ചില മത്സര പരീക്ഷകൾക്ക് അത് ആവശ്യമാണ്. അപ്പൊ അവരുടെ ധാരണ ഇതിനും അത് വേണമെന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ച്. IBPSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്തത്. www.ibps.in. ആ സൈറ്റിൽ കയറിയിട്ട് കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് കറക്റ്റ് റൂട്ട് ഞാൻ പറഞ്ഞുതരാം. സൈറ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ഫോണിൽ തന്നെ ആദ്യം ഒന്ന് ഇതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് എവിടെയെങ്കിലും പോയാൽ മതി. സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ന്യൂ എന്ന് പറഞ്ഞ് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഇടത്തെ സൈഡിൽ വിഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്കിങ്ങനെ ആദ്യത്തെ ഓപ്ഷൻ വിഷൻ ആണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താഴോട്ട് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഓപ്ഷൻ കാണാം, CRP ക്ലർക്ക്. CRP മീൻസ് കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്. CRP ക്ലർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കുറെ ഓപ്ഷൻസ് വരും. അതിൽ മിക്കവാറും ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അവസാനം റോമൻ നമ്പർ 13 കാണാം. ഇത്തവണ നടക്കാൻ പോകുന്നതാണ് റോമൻ നമ്പർ 13. കഴിഞ്ഞ തവണത്തെ 12, അതിന് മുമ്പത്തെ 11, അങ്ങനെയാണ് നമ്പറിംഗ് വരുന്നത്. അപ്പൊ ആ ഫസ്റ്റ് ഓപ്ഷൻ 13 അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ നമുക്ക് ഓപ്ഷൻ വരും ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ CRP എക്സാം. CRP ക്ലർക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലർക്ക്. ഇറ്റ് ഇസ് ദ സെയിം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിൽ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഫോം ഓപ്പൺ ആയി വരും. അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് പതുക്കെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. മിഡിൽ നെയിം ഒന്നും ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഫസ്റ്റ് നെയിം ഇപ്പൊ നമ്മുടെ ഇനീഷ്യൽ ഫോർ എക്സാമ്പിൾ ശരത് S എന്നാണെങ്കിൽ ശരത് ഫസ്റ്റ് നെയിം ആയിട്ട് കൊടുക്കുക, S ലാസ്റ്റ് നെയിമിന്റെ അവിടെ. അങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മിഡിൽ നെയിം ഇല്ലാത്തവർ മിഡിൽ നെയിം കൊടുക്കണ്ട. ഇപ്പൊ നിങ്ങളുടെ പേര് ഒന്നുമില്ല, നിങ്ങളുടെ ഒരു പേര് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് നെയിം എങ്ങനെയാണ് റെക്കോർഡിക്കലി വരുന്നത് അതുപോലെ കൊടുക്കുക. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്ത് വരിക. 4 കാര്യങ്ങളാണ് നമുക്ക് ബാങ്ക് എക്സാമിന് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ സിഗ്നേച്ചർ, അത് കഴിവതും ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഒരു പേപ്പറിൽ ഇടുക. നമ്മുടെ ലെഫ്റ്റ് തം ഇംപ്രഷൻ, പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. അത് എങ്ങനെ എഴുതണമെന്ന് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞൊരു ലൈൻ അതേപടി നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ ഒരു പേപ്പറിലോട്ട് എഴുതണം. ആ നെയിമിന്റെ ഭാഗത്ത് നമ്മുടെ ഫുൾ നെയിം കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഈ 4 കാര്യങ്ങൾ മതി നമുക്ക് ഏതൊരു ബാങ്ക് എക്സാമിനും അപ്ലൈ ചെയ്യാം. നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഫോണിലൂടെയും ചെയ്യാവുന്നേ ഉള്ളൂ, അത്യാവശ്യം നെറ്റ് സ്പീഡ് ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ഒരു കാര്യം, ഈ 4 കാര്യങ്ങളും ഓരോ സൈസുകളിലാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അതും നോട്ടിഫിക്കേഷൻ ഹൗ ടു അപ്ലൈ പോലെ താഴോട്ട് വായിച്ചു വന്നാൽ നമുക്ക് കാണാം ഈ സിഗ്നേച്ചർ ഏത് സൈസാണ്, തമ്പ് ഇംപ്രഷൻ ഏത് സൈസിലാണൊക്കെ. ആ സൈസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടാക്കിക്കോളൂ. അത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്ന സൈസിലാക്കുന്നതെന്ന് അറിഞ്ഞുകൂടെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് സൈസിലാക്കാം. ബട്ട് ഒരു കാര്യം ഓർത്തോണം, വൺസ് ഈ 4 കാര്യങ്ങളും ആ റിക്വയർഡ് സൈസിലായി കിട്ടിയാൽ അതൊരു മെയിലോ എവിടെയും നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുക. കാര്യം ഏറെക്കുറെ എല്ലാ എക്സാംസിനും ഈ സെയിം ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഒരിക്കൽ സൈസായി കിട്ടി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ പ്രോസസ്സ് ഒന്ന് എളുപ്പം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആക്ച്വലി ഈ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാം പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്തു, സബ്ജക്ട്സ് നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു, എങ്ങനെയാണ് സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ വേണം അപ്ലൈ ചെയ്യാൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ചും ഏജിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വലി ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ എക്സാം
എഴുതാൻ ഉദ്ദേശിക്കുന്നവർ, അല്ലെങ്കിൽ ഇത് മാത്രമല്ല ഇനി ഫുൾ ബാങ്ക് എക്സാമിൻ്റെ ടൈമാണ്, ബാങ്ക് എക്സാം ഫോക്കസ് ചെയ്യുന്നവർ ആദ്യമേ ചെയ്യേണ്ട കാര്യം കഴിവതും നേരത്തെ നിങ്ങൾക്ക് താല്പര്യമുള്ളടുത്ത് ജോയിൻ ചെയ്ത് പ്രിപ്പറേഷൻ തുടങ്ങിക്കോണം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം പോലെ തന്നെ ബാങ്ക് എക്സാമിന് സക്സസ് ഇരിക്കുന്നത് പ്യോർലി നമ്മുടെ പ്രിപ്പറേഷനിലാണ്. ഓർത്തോണം, ഇതിൽ വരുന്ന സബ്ജക്ട്സ് തിയറി അല്ല നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ, പ്രോബ്ലമാറ്റിക് ആണ്, പ്രത്യേകിച്ച് റീസണിങ്ങും മാത്സും ചെയ്ത് പഠിക്കണം. ആർക്ക് വേണമെങ്കിലും എക്സാം ക്ലിയർ ചെയ്യാം ഈ ഒരു എലിജിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്ക്, പ്രൊവൈഡഡ് നമ്മൾ ആ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ ചെയ്യാൻ, ആ ഒരു പ്രയത്നം ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ഡിലേ വരുത്തരുത്. ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എത്ര കൂടുതൽ സമയം നമുക്ക് പ്രിപ്പറേഷൻ കിട്ടുന്നോ അത്രയും നല്ലത്. എഡ്യൂ ഗാർനെറ്റും ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലറിക്കൽ എക്സാം ഫോക്കസ് ചെയ്യുന്നവർക്ക് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ്സസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, മോഡൽ എക്സാം, ഡെയിലി വീക്ക്ലി ജി, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി, പേഴ്സണൽ അസിസ്റ്റൻസ് എല്ലാം നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. നമ്മുടെ ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ കൂടുതൽ വിശദവിവരങ്ങളൊക്കെ അറിയാനോ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.